ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പാലട മിക്സാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി പാലട ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഇങ്ങനെ മിക്സ് വാങ്ങിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പ്രൊസീജിയറാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഐറ്റംസ് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ സാധാ ഒരു പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ സിമ്പിളായിട്ടും ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഈ നമുക്ക് വന്നിരിക്കുന്ന ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് പാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് പാല് ചേർത്ത് കൊടുക്കരുത്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വിസിൽ വരുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിലായിട്ട് പൊട്ടിച്ചിട്ട ശേഷം അട നന്നായിട്ട് പാലുമായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതിൽ പ്രത്യേകിച്ച് ഒരു കശുവണ്ടിയൊക്കെ ഇങ്ങനെ വറുത്തിടുകയോ ഒന്നും ചെയ്യേണ്ട, എല്ലാ ഐറ്റംസ് അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ സിമ്മിലിട്ടിട്ട് നമ്മൾ കുക്കർ അടച്ചു വയ്ക്കുക. അപ്പോൾ ഒറ്റൊരു വിസിലിൽ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പാലടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഞാനപ്പോൾ പാലട ഒരു ബ്രൗണിഷ് കളറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാരമലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ഒരു പാനിൽ ചെറുതായിട്ട് സിമ്മിലിട്ടിട്ട് ചൂടാക്കി വരുമ്പോഴത്തേക്കും കാരമലൈസ് ആയിട്ട് വരും കേട്ടോ. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു അടിപൊളി പാലടയാണ് കേട്ടോ ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബായ്.